പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതോടെ കേരള തീരത്തും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ഇരിക്കണം. വ്യാഴാഴ്ച വരെ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കും. 20 മുതൽ 26 വരെ കേരളത്തിൽ മഴയുടെ തീവ്രത കുറയും. ഇന്ന് വഞ്ചിയൂർ പാറ്റൂർ റോഡിൽ മരം വീണു. തിരുവനന്തപുരത്ത് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ആ ഭാഗത്ത് തടസ്സപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. മഴയുടെ ദുരിതങ്ങൾ ഒഴിയുന്നേയില്ല. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ വിശേഷങ്ങളാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് രാഹുലിനോട് ചോദിക്കുന്നത്. രാഹുൽ, എന്താണ് മഴയുടെ വർത്തമാനം? തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ കടപുഴകി വീണ പ്രശ്നങ്ങളും ഗതാഗത കുരുക്കുമൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയുണ്ടോ എന്നതാണ്. വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? അവധി എന്തായാലും തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയില്ല എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അവധി നിലവിലില്ല. എന്തായാലും ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ വലിയ രീതിയിൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയുടെ മഴയായി കഴിഞ്ഞാലുള്ള ഏറ്റവും ഒരു സ്ഥിരമായ കാഴ്ചയാണ്, അതായത് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടതെന്ന് സ്ഥിരമായി കാണുന്ന കാഴ്ച ഈ മരം ഇത്തരത്തിൽ റോഡിലേക്ക് ഒഴുകി വീഴുന്ന ഒരു കാഴ്ച. കാരണം ഇന്ന് വെളുപ്പിന് മനസ്സിലാക്കുന്നത് 5 മണിക്കാണ് ഇത്തരത്തിൽ വലിയ മരം ഈ റോഡിന് കുറുകെ, ഇത് വഞ്ചിയൂരിൽ നിന്ന് പാറ്റൂരിലേക്ക് പോകുന്ന വഴിയാണ്, അവിടേക്ക് ഈ മരം യഥാർത്ഥത്തിൽ ഈ മരം റോഡിലേക്ക് വീഴുകയായിരുന്നു. അടിവശത്ത് ഇപ്പോൾ ഈ റോഡിൽ കാണാം വെള്ളം ഒലിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അടിയിലെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മരം ഒടിഞ്ഞ് തൊട്ടിപ്പുറത്ത് നീല മുതലുള്ള കെട്ടിടം കാണാം. ആ വീടാണ്. ആ വീടിൻ്റെ വശത്തേക്ക് ചരിഞ്ഞ് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു രാവിലെ. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലധികമായി അഗ്നിരക്ഷാസേന ഇവിടെ എത്തി വലിയ മരം പല ഘട്ടങ്ങളായി മുറിച്ച് മാറ്റുകയാണ്. എന്തായാലും ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളിപ്പോൾ ഉണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാണിത് സംഭവിച്ചത്? രാവിലെ 4:15 മണിക്കാണ് സംഭവിച്ചത്. ആ മഴയും കാറ്റും സമയത്ത് ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ വെളിയിറങ്ങി നോക്കിയപ്പോൾ ചാഞ്ഞ് പതിയെ വന്നു. ഭാഗ്യമാണ്, കാരണം പകൽ സമയമാണ് ഒരുപാട് കാറെല്ലാം അതിൻ്റെ അടി പാർക്ക് ചെയ്തിരുന്നത്. യാത്രയായതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഏറ്റവും കൂടുതൽ റഷുള്ള റോഡാണ്, അറിയാമല്ലോ, സ്കൂള്. യാത്രയായതുകൊണ്ട് മഹാഭാഗ്യമായി. സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജിലേക്ക് പോകുന്ന ആളുകൾ സ്കൂളിലേക്ക് പോകുന്ന റോഡ്, സ്കൂള് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള റോഡാണ്. അപ്പോൾ രാത്രിയായതുകൊണ്ട് നന്നായി. ഇത് പല പ്രാവശ്യം റോഡ് ഫണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഡേഞ്ചറാണ്, മുറിക്കണം. അവർ അനാസ്ഥയും കുറേ ഉണ്ട്. ഇതാ ഇപ്പുറത്ത് വേറൊന്നും ഇപ്പോൾ ഉണ്ട്. അതെങ്ങനെയെങ്കിലും ശരി രാഹുൽ, തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരം കടപുഴകി വീണ് ചില്ലകൾ ഒടിഞ്ഞു വീണും ഒക്കെ ഗതാഗത കുരുക്കും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ തോതിൽ ദുരിതങ്ങളുണ്ട്.